ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിനെതിരെ ഇന്നലെ നമ്മൾ അറിഞ്ഞതാണ് ആ വാർത്തയൊക്കെ. ED 2023 സമൻസ് അയച്ചതാണ്. പക്ഷേ എന്നിട്ടും ഹാജരായില്ല. എന്തുകൊണ്ട് ഹാജരായില്ല എന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് ഹാജരായില്ല എന്നതിന് ചില വിശദീകരണങ്ങൾ വരുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്ന് കേൾക്കുന്നു. അത് ഏത് വിധത്തിലാണ്? ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ 2023 കാലത്ത് ഈ ലൈഫ് മിഷൻ കേസ് കത്തി നിന്ന സമയത്താണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകനായ വിവേകിന് ED സമൻസ് അയക്കുന്നത്. ഈ മറ്റു പ്രതികൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ സമൻസ് അയച്ചിരുന്നു. ആ സമയത്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വിവേകിനും ഇത്തരത്തിലൊരു സമൻസ് EDയുടെ ഭാഗത്തു നിന്നും അയക്കുന്നത്. ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിവേകിന് സമൻസ് അയച്ചത് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 ഫെബ്രുവരി 14 ED വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും തന്നെ വിവേക് ഇത്തരത്തിൽ ഹാജരായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് വിവേകിനെ ED വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തിരുന്നില്ല. അതിനുശേഷം എന്തുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. അതിന് വ്യക്തമായൊരു മറുപടിയില്ല. ഈ വിഷയം ഇത്തരത്തിൽ വിവേകിന് ED സമൻസ് അയച്ചത് മുഖ്യമന്ത്രി ഒരു തരത്തിലും അതിനുള്ളൊരു വിശദീകരണം നൽകിയിട്ടില്ല. പാർട്ടിയിൽ പോലും ഇതിനുള്ളൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന നൽകുകയോ ഇതിനൊരു വിശദീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത്തരത്തിലൊരു വിശദീകരണം മുഖ്യമന്ത്രി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. 2023 സരിത നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിവേകിനെതിരെ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ ആരോപണങ്ങൾ ഉയർത്തിയതിനു ശേഷം ഈ സമൻസ് അയച്ചത് എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ സമൻസ് അയച്ചത് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വിവരമോ നമുക്ക് ലഭ്യമല്ല. ഈ 4.5 കോടിയുടെ ഇത്തരത്തിൽ 4.5 കോടി രൂപയോളം ഇത്തരത്തിൽ വാങ്ങിയിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിവേകിനെതിരെ ഒരു ED സമൻസ് അയക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ 2023 സമൻസ് അയച്ചതിന് ശേഷം അതിന് വിവേക് ഹാജരാകുന്നില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ED വിവേകിനെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലെ മറ്റു നടപടിക്രമങ്ങൾ എന്തായി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. നടപടിക്രമങ്ങൾ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ല എന്നത് സംബന്ധിച്ചൊരു വിശദീകരണമൊക്കെ തന്നെ ഇപ്പോൾ വരുന്നില്ല. ഏതായാലും നിലവിൽ ഇതിനെതിരെ BJP ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJP CPM ബാന്ധവം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസിനെ ഒരു തുടച്ചു നീക്കുന്ന ഒരു ഘട്ടമുണ്ടായത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ ഉയരുകയാണ്.